ഹായ്, വെൽക്കം ബാക്ക് ടു മാജിക് ഇൻ ലൂപ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഓണത്തിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു മുല്ലപ്പൂമാലയുടെ മേക്കിംഗ് ക്ലാസ് ആണ് ഇന്നത്തെ. അപ്പോൾ ഇതൊരു വളരെ ഷോർട്ട് ക്ലാസ് ആയിരിക്കും. കാരണം നമ്മളിതിലൊരു മെയിനായിട്ടൊരു സ്റ്റിച്ച് പഠിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഈ ബഡ്സ് ചെയ്തിരിക്കുന്ന പോപ്കോൺ എന്ന് പറഞ്ഞ സ്റ്റിച്ചാണ്. അപ്പോൾ ആ പോപ്കോൺ സ്റ്റിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതിൻ്റെ റിപ്പറ്റീഷൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് വളരെ ഷോർട്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇത് ചെയ്ത് തീർക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി വന്നേക്കാം. അപ്പോൾ നമുക്ക് അധികം വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ കോട്ടൺ ഫോപ്ലയുടെ ഈ ഒരു ഗ്രീൻ കളർ യാൺ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ടാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചെയിൻസ് ആഡ് ചെയ്യും. ചെയിൻസിൻ്റെ നമ്പർ ഞാൻ വഴിയെ പറയാം. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ചെയിൻസ് വർക്ക് ചെയ്യുക കേട്ടോ. ഈ സ്ലിപ്പ് നോട്ടും ചെയിൻസും ഒക്കെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുള്ള ബേസിക് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതറിയാത്തവർ ആ ക്ലാസ്സിൻ്റെ ലിങ്ക് മേലെ കൊടുക്കാം, അത് കണ്ടിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ചെയിൻസ് ആഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് 30 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ ആ 30 സെൻറ്റിമീറ്റേഴ്സ് ആവുന്നവരെ ഞാൻ ഈ ചെയിൻസ് ഇടുന്ന ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ആൻഡ് ദെൻ 30 ആവുമ്പോൾ നിർത്തും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്പർ അങ്ങനെ കറക്റ്റായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതാ കണ്ടോ, 30 സെൻറ്റിമീറ്റേഴ്സ് ആവുന്ന വരെ ഞാൻ ചെയിൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. എത്ര ലെങ്ത്തിലാണോ അത് വേണ്ടത് അത്രയും ലെങ്ത്ത് നിങ്ങളിതുപോലെ ചെയിൻസ് ആഡ് ചെയ്യുക. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ ഹുക്കിൽ നിന്ന് മൂന്നാമത്തെ ചെയിൻ 1 2 3 ഇതാ വരിക. ആ മൂന്നാമത്തേതിലേക്ക് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വർക്ക് ചെയ്യുകയാണ്. യാൺ ഓവർ ചെയ്തിട്ട് അതിൻ്റെ അകത്തൂടെ ഇൻസേർട്ട് ചെയ്ത് ഒരു ലൂപ്പ് വലിച്ചെടുത്ത് 3 ലൂപ്സ് കിട്ടും. അതിനെല്ലാം കൂടെ ഒറ്റ ലൂപ്പാക്കും. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ സ്റ്റിച്ച് അറിയാത്തവരാണെങ്കിൽ നമ്മൾ എസെൻഷ്യൽ സ്റ്റിച്ച് ഫോർ ക്രോഷ്യ എന്ന് പറഞ്ഞിട്ട് ബേസിക് സ്റ്റിച്ചസിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക, ലിങ്ക് മേലെ ആഡ് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് ഒരുപാട് ചെയിൻസ് ബാക്കിയുണ്ടല്ലേ. ആ എല്ലാ ചെയിൻസിലേക്കും ഓരോ ചെയിനിലേക്കും ഓരോ HDC, ഇപ്പോൾ നമ്മൾ ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചില്ലേ, അത് ഓരോന്ന് വീതം ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയുള്ള എല്ലാ ചെയിൻസിലേക്കും ഓരോ HDC വീതം ചെയ്തിട്ട് നമ്മളിത് മൊത്തം കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബാക്കി എല്ലാ ചെയിൻസിലും നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറഞ്ഞ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ലാസ്റ്റ് ചെയിൻ ഇപ്പോൾ ഇങ്ങനെ വന്ന് നിർത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ജസ്റ്റ് ഒരു ചെയിൻ 1 ഇടുക, എന്നിട്ട് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടിട്ട് അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇതങ്ങ് ഊരിയെടുക്കുക, ഇതങ്ങോട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഫ്ലവർ ചെയ്യാനായിട്ട് കോട്ടൺ ഫോപ്ലൈഡ് തന്നെ ഈ ഒരു ഓഫ് വൈറ്റ് യാണാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആ വൈറ്റ് യാൺ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത് ഫസ്റ്റ് HDC ഇല്ലേ, അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഹുക്ക് കടത്തി കൊടുത്തിട്ട് ഈ വൈറ്റ് യാണിൽ നമ്മളൊരു സ്ലിപ്പ് നോട്ടും ആഡ് ചെയ്യുക. എന്നിട്ട് ഈ സ്ലിപ്പ് നോട്ടിനെ ഈ ഹുക്കിൻ്റെ അകത്തേക്ക് ആക്കിയിട്ട് നമ്മൾ മുന്നത്തെ പല പ്രൊജക്റ്റിലും ഇത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ഫസ്റ്റ് HDCയുടെ അകത്തൂടെ എടുത്തിട്ട് ഒരു ചെയിൻ വലിച്ചിട്ട് ഇതാ ഇങ്ങനെ ടൈറ്റ് ചെയ്തു. ഇനി ഒരു 3 ചെയിൻസ് ആഡ് ചെയ്യുക. 1 2 3. ഇനി നമ്മൾ ഒരു പുതിയ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ അത് പഠിച്ചിട്ടില്ല. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത് വൈറ്റ് യാൺ അറ്റാച്ച് ചെയ്ത സെയിം ഫസ്റ്റ് HDC ഇല്ലേ, അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള DC അഥവാ ഡബിൾ ക്രോഷ്യ ഒരെണ്ണം ചെയ്ത് കൊടുക്കുക. ഇനി ആ സെയിം സ്പേസിലേക്ക് തന്നെ സെയിം സ്റ്റിച്ച് DC ഒരു 4 എണ്ണം കൂടെ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ മൂന്നാമത്തെ ചെയ്തു, നാലാമത്തെ ചെയ്യുന്നു, അഞ്ചാമത്തെയും കൂടെ ചെയ്യുന്നു. ആ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെയാണ് നമ്മൾ ഈ 5 DCയും വർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഹുക്ക് കിടക്കുന്ന ഈ ലൂപ്പിൽ നിന്ന് നമുക്ക് ഹുക്ക് ഊരണം. ഇവിടെ നിന്ന് ഈ ഹുക്ക് ഇങ്ങനെ അഴിക്കുക. എന്നിട്ട് ഈ ഫസ്റ്റ് DC ഇല്ലേ, ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ നമ്മളിപ്പോൾ ചെയ്തേ, അതിൻ്റെ ആ മേലെ കണ്ടോ, സ്റ്റിച്ചിൻ്റെ മേലേക്ക് ഇങ്ങനെ ഹുക്ക് കടത്തിയിട്ട് ഈ നിൽക്കുന്ന ലൂപ്പിനെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേടെ ഇങ്ങനെ വലിച്ചെടുക്കുക. കണ്ടോ, ഇങ്ങനെ കിട്ടും. അപ്പോൾ എന്നിട്ട് 2 സ്റ്റിച്ചസ് ആഡ് ചെയ്യുക, 2 ചെയിൻസ് ആഡ് ചെയ്യുക. 1 2 2 ചെയിൻസ് ആഡ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഈ ചെയ്ത സെയിം സ്പേസ് ഇല്ലേ, അങ്ങോട്ടേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ നമുക്കറിയാം, ഇതാ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇങ്ങനെ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ കിട്ടും. ഇനി തൊട്ടടുത്ത സ്റ്റിച്ച് HDC ഗ്രീന്, അതിൻ്റെ അകത്തേക്ക് വന്നിട്ട് ഒരു SC സിംഗിൾ ക്രോഷ്യാണ് കേട്ടോ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കിടക്കണ ഈ എൻഡ് ഉണ്ടല്ലോ, ഈ വൈറ്റ് എൻഡ്, അതിനെ നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ ഇങ്ങനെ അകത്തേക്കാക്കി കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം.
അത് ചെയ്തു. ഇനി വീണ്ടും നമ്മൾ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. 1 2 3 ചെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സെയിം സ്പേസിലേക്ക് അഗെയിൻ 5 ഡബിൾ ക്രോഷ്യ. നമ്മളിപ്പോൾ ചെയ്ത സെയിം പരിപാടി തന്നെ 5 DC ചെയ്യുക. ഇപ്പോൾ ഒരെണ്ണം ചെയ്തു. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുന്നു, മൂന്നാമത്തെ സ്റ്റിച്ച് ചെയ്യുന്നു, ദെൻ നാലാമത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അഞ്ചാമത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ലൂപ്പിൽ നിന്ന് ഹുക്ക് ഊരുക. ദെൻ ഫസ്റ്റ് നമ്മൾ ചെയ്ത DC സ്റ്റിച്ചില്ലേ അതിൻ്റെ മുകളിലേക്ക് 2 ലൂപ്പിലേക്കും കൂടി ഇങ്ങനെ ഹുക്ക് കടത്തിയിട്ട് ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയ ലൂപ്പ് ഇതിൻ്റെ അകത്തൂടെ അങ്ങനെ വലിച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും 2 ചെയിൻസ് ആഡ് ചെയ്യുക, 1 2. എന്നിട്ട് ആ സെയിം സ്പേസിലേക്ക് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ലൂപ്പ് വലിച്ചെടുത്ത് ഹുക്കി കിടക്കുന്ന അതിൻ്റെ അകത്തൂടെ എടുക്കുക. കണ്ടപ്പോൾ സെക്കൻഡ് വണ്ണും കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിൽ എന്താ ചെയ്യുക, വീണ്ടും SC ചെയ്യുക. എന്നിട്ട് വീണ്ടും 3 ചെയിൻസ് ആഡ് ചെയ്യുക. ഈ സെയിം സ്പേസിലേക്ക് ഇതേപോലെ 5 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് പോപ്കോൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഒരു രീതിക്ക് നമ്മൾ എല്ലാ HDC സ്റ്റിച്ചസിലും ഈ അറ്റം വരെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാ ഞാനങ്ങനെ ഇവിടെ ആ എല്ലാ ചെയിൻസിലും ലാസ്റ്റ് വരെ എല്ലാ ചെയിൻസിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ എഡ്ജില്ലേ നമ്മുടെ അവിടെ ഒരു ഗ്യാപ്പ് കണ്ട അവിടെയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും കൂടെ ഒരു ബഡ് വരികയാണെങ്കിൽ കവർ ചെയ്തിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെയും കൂടെ ഈ സെയിം ചെയ്യുക. ആദ്യം തന്നെ ആ ഗ്യാപ്പിൽ ഇങ്ങനെ സിംഗിൾ ക്രോഷ്യ വർക്ക് ചെയ്യുക. നമ്മൾ ഇത്ര നേരം ചെയ്ത അതേപോലെ തന്നെ. പിന്നെ 3 ചെയിൻസ് ആഡ് ചെയ്യുക, പോപ്കോൺ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഇവിടെയും കൂടെ ബഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതങ്ങനെ അതിലും ചെയ്തെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അതിനായിട്ട് ജസ്റ്റ് ചെയിൻ 1 ചെയ്ത് ഒരു ഇത് നീട്ടിയിടുക. ഇനി ഇതായി ബാലൻസ് ഉണ്ട്. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഈ ഒരു നീഡിലേക്ക് ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കിത് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഈ ലാസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഹൈഡ് ചെയ്യാം. വേണമെങ്കിൽ ബാക്കിയുള്ളതിലേക്ക് നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ഹൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇത്രയും ചെയ്തതിന് ശേഷം അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി വീണ്ടും നമുക്ക് ഗ്രീൻ യാണിൻ്റെ ആവശ്യമുണ്ട്. ആ ഗ്രീൻ യാണ് ഇതുപോലെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുക. ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ലെങ്ത് ഒന്ന് നോക്കിയേക്കുക. ഇതിൻ്റെ ഒരു ലെങ്ത്തിലും ശകലം ഇപ്പോൾ നമ്മൾ ഈ ചെയ്തില്ലേ അതിൻ്റെ ടോട്ടൽ ലെങ്ത്തിലും ശകലം കൂടുതൽ ഇട്ടിട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതിൻ്റെ ഗ്രീൻ കളർ യാണും എടുക്കുക. എന്നിട്ട് ഇത് അതിൻ്റെ ഈ എൻഡിൽ 2-3 കെട്ടിട്ട് കൊടുക്കണം. അതിങ്ങോട്ട് അതായത് ഊരി പോവാതിരിക്കുന്ന തരത്തിൽ ഒരു 2 എണ്ണം മതിയായിരിക്കും. അപ്പോൾ അതങ്ങനെ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതും ഇതുപോലെ നീഡിലേക്ക് അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ നിർത്തിയില്ലേ അവിടെ നിന്നാണ് ഇനി ഇത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഇൻസേർട്ട് ചെയ്യേണ്ട പൊസിഷൻ എന്ന് പറയണേ ഈ ഓരോ ഫ്ലവർ ബഡും ഇല്ലേ അതിൻ്റെ ഈ ബോട്ടം പാർട്ട് കണ്ടോ, ഇവിടെ നമുക്ക് ആ ഒരു ഇങ്ങനെ ഒരു നോട്ടായിട്ട് ഇത് കാണാൻ പറ്റും, അതിലെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് ബാക്ക് സൈഡല്ലേ, ആ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് ആദ്യത്തെ ആ ഒരു ഇതവിടെ ഹോൾ കാണാം, അതിൽ ഈ നീഡിലിങ്ങോട്ട് എടുക്കുക, അപ്പോൾ ആ നോട്ട് കണ്ടോ അത് ഇവിടെ ഇങ്ങനെ തടഞ്ഞു നിൽക്കും. ഇനി ഇതാ അടുത്തതിലൂടെ ഇങ്ങനെ താഴ്ത്തിയിട്ട് തൊട്ട് മേലെ ഇങ്ങനെ പൊക്കിയെടുക്കുക. ഓരോ ബഡിൻ്റെയും ബേസിൽ നിങ്ങൾക്കത് ചെയ്യുമ്പോൾ കണ്ടാൽ മനസ്സിലാവും ഏതിലെടുക്കണ്ടേന്നുള്ളത്. ഇങ്ങനെ എടുത്തു. അടുത്ത സ്പേസ് നോക്കൂ, ഇതാ ഇനി നമ്മൾ ഇവിടെ എടുക്കുക, ഇങ്ങനെ ഇതിലിങ്ങനെ മുകളിലേക്ക് എടുക്കും. ഇനി വീണ്ടും ഇതാ ഇതിലെ ഇങ്ങനെ എടുക്കും, അതായത് ഓൾട്ടർനേറ്റീവ്ലി ആണ് നമ്മളിത് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ഇതിൻ്റെ എൻ്റയർ ലെങ്ത്തും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എൻഡ് വരെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ആദ്യം തന്നെ ഇതിങ്ങനെ ഒന്ന് കണ്ടോ, ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചെടുക്കും. ഇതിങ്ങനെ ഒക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് അതിൻ്റെ ആ ഒരു ഷേപ്പ് ഇങ്ങനെ നമ്മൾ ആ വിൻ സ്പിന്നറൊക്കെ ചെയ്തപ്പോൾ ചെയ്തില്ലേ, ആ സെയിം വേ ഇതിങ്ങനെ ഒന്ന് ആദ്യം കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചുറ്റി സ്പൈറലായിട്ട് വരുന്ന പോലെ കേട്ടോ. ആദ്യം ഒന്നും ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നീഡിൽ ഞാൻ ഇടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്തായിരുന്നു, കാരണം അത് സ്റ്റാർട്ട് ചെയ്ത സംഭവം പൊട്ടിപ്പോയി. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ എൻഡില്ലേ, ഇപ്പോൾ ഡബിൾ സ്ട്രാൻഡ് ആയിട്ട് ഇട്ടതിൻ്റെ ആ എൻഡ് പിടിച്ചിട്ട് പയ്യെ ഇങ്ങനെ വലിച്ചു കൊടുക്കാം താഴത്തേക്ക്. അപ്പോൾ കണ്ടോ, ഇതിങ്ങനെ ഇവിടെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. അത് പിന്നെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പുള്ളി ചെയ്യാം മേലേക്ക് കണ്ടോ. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും തിക്നെസ് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് തിരിച്ചൊന്ന് ശകലം ലൂസാക്കി കൊടുക്കുക. അത് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രിങ് ആഡ് ചെയ്തത്. അപ്പോൾ അത് മെല്ലെ നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ഫൈനൽ സംഭവം എങ്ങനെ വേണമെന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഇടയ്ക്ക് ഗ്രീൻ കാണുന്ന പോലെയാണ് ഇപ്പോൾ ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഏറ്റവും ആദ്യം ലീവ് ചെയ്തിരുന്ന ആ 2 എൻഡ്സ് ഉണ്ടായിരുന്നു അല്ലേ, ഈ ചെയിൻ സ്റ്റിച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള എൻഡും പിന്നെ അത് ഫിനിഷ് ചെയ്തപ്പോഴുള്ള എൻഡും, അത് ഞാൻ അങ്ങനെ തന്നെ നിർത്തിയിരുന്നു. അപ്പോൾ ഇത് വേണ്ട ആ ഒരു ഗ്യാപ്പ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആ സംഭവം ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ഇതും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പിന്നെ അതവിടെ അഡ്ജസ്റ്റഡായി ലോക്കായി നിന്നോളുമല്ലോ. ഇങ്ങനെ ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നീഡിൽ ഉപയോഗിച്ചിട്ട് ഈ സ്ട്രാൻഡും അതുപോലെ ഇതും എല്ലാം ഈ ഗ്രീനിൻ്റെ അകത്തേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വൈറ്റ് ചെയ്തില്ലേ സെയിം വേ. ഇപ്പോൾ ഈ എൻഡ് നമുക്ക് നീഡിൽ യൂസ് ചെയ്യാൻ മാത്രമല്ല, അതുകൊണ്ട് ഇവിടെ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫെവിക്വിക്ക് ശകലാക്കി കൊടുത്താൽ അതവിടെ സെറ്റായിട്ട് ഇരുന്നോളും. എന്നിട്ട് ബാക്കി അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഈ എൻഡിലെയും ഈ എൻഡ്സ് ഗ്ലൂ വെച്ചിട്ട് തന്നെ ഫിക്സ് ചെയ്യാം. ഈ എൻഡിലെയും ഈ ഷോർട്ട് എൻഡ്സ് നമുക്ക് ഗ്ലൂ വെച്ചിട്ട് തന്നെ ഫിക്സ് ചെയ്യാം. ഇനി ഈ എൻഡ് വേണമെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹെയറിൽ എങ്ങനെയാണ് നിങ്ങൾ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നനുസരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ലീവ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നമുക്ക് പക്ക ഒരു മുല്ലപ്പൂമാല കിട്ടിയപ്പോൾ എങ്ങനെ ഉണ്ടാവും, ഇത് ഉണ്ടാവില്ലല്ലോ, ഇങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഗ്ലൂ വെച്ചിട്ടോ അല്ലെങ്കിൽ നീഡിൽ യൂസ് ചെയ്ത് ഇങ്ങോട്ട് അകത്തേക്ക്, ഇതിപ്പോൾ ലെങ്ത് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഹൈഡ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇത് ഇങ്ങോട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ എൻഡും. അങ്ങനെ കുറച്ച് ഹൈഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, അപ്പോൾ നമ്മുടെ ഒറിജിനലിനെ വെല്ലുന്ന അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് ജാസ്മിൻ, അപ്പോൾ നമ്മുടെ സംഭവം അവിടെ, അപ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.